ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. എന്ത് ചെയ്യാനല്ലേ, എൻ്റെ മുഖം വരെ മറന്നുപോയി കാണും. സാരമില്ല, വഴിയുണ്ടാക്കാം. ഓണത്തിൻ്റെ ഇടയ്ക്ക് പൂട്ടുകച്ചവടം എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും കയറി ഒന്ന് ഫോളോ ചെയ്തേരെ. അധികം ആളുകൾ ആരും കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു ബ്രാൻഡിൻ്റെ ഷൂവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സ്കോട്ട് എന്ന ബ്രാൻഡിൻ്റെ കിനബാലു 2 റണ്ണിങ് ഷൂസ്. അധികം കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ലെന്നൊക്കെ പറഞ്ഞാലും ഈ സൈക്ലിംഗ് ബൈസൈക്കിൾ രംഗത്തൊക്കെ ഉള്ളവർ ഉറപ്പായിട്ടും കേട്ടിട്ട് കാണും സ്കോട്ട് എന്ന് പറയുന്ന ബ്രാൻഡ്. അവരുടെ സൈക്കിളിന്റെ വിലയൊക്കെ കണ്ട് ഞാനൊന്ന് ഞെട്ടി. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു ഞെട്ടൽ, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി ആസ് യൂഷ്വൽ നമ്മുടെ സ്റ്റൈലിലേക്ക് വരുമ്പോൾ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹിസ്റ്ററി. സ്കിപ്പ് ചെയ്യരുത് പ്ലീസ്, ഞാൻ പെട്ടെന്ന് തീർക്കാം. എൻ്റെ വീഡിയോ പലരും 2x സ്പീഡിലൊക്കെ ഇട്ടാണ് കാണുന്നത് എന്നുള്ള കിംവദന്തിയൊക്കെ കേട്ടത് കാരണം ഞാൻ അധികം പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, നമുക്ക് പെട്ടെന്ന് തീർക്കാം. സ്കീയിങ് ഇല്ലേ, സ്കീയിങ്, ഐസ് സ്കീയിങ്, ഈ 2 കോലൊക്കെ പിടിച്ച് ഈ മഞ്ഞിക്കൂടെ തെന്നിപ്പോകുന്ന പരിപാടി, അതിൻ്റെ ആ കോല് അഥവാ സ്കീ പോൾ. പണ്ട് ഈ സ്കീ പോള് ഈ ബാംബു ബേസ്ഡ് സ്റ്റിക്ക് അല്ലെങ്കിൽ സ്റ്റീൽ റോഡൊക്കെ വെച്ചിട്ടായിരുന്നു നിർമ്മിച്ചിരുന്നത്. അപ്പോൾ 1958 അലുമിനിയം ബേസ്ഡ് സ്കീ പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് സ്കോട്ട് എന്ന ബ്രാൻഡിന്റെ തുടക്കം. പിന്നീട് വരും വർഷങ്ങളിലൊക്കെ ആയിട്ട് പല പല പുതിയ സാധനങ്ങൾ ഈ ബ്രാൻഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഈ മോട്ടോർ സൈക്കിൾ റേസിലൊക്കെ യൂസ് ചെയ്യുന്ന ഗോഗിൾസ്, സൈക്കിളിന്റെ എയറോഡൈനാമിക് ആയിട്ടുള്ള ഹാൻഡിൽ ബാറുകൾ, യൂണിഷോക്ക് സസ്പെൻഷൻസ്, കാർബൺ ഫൈബർ ഫ്രെയിം ഫോർ സൈക്കിൾസ്, കാർബൺ ഫൈബർ സ്കീസ്, പിന്നെ ഉടുപ്പ്, തൊപ്പി, ചട്ടി, അതാണ്ടല്ലോ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നു. ആ കൂട്ടത്തിൽ റണ്ണിങ് ഷൂസും ഉണ്ട്. അപ്പോൾ ഹിസ്റ്ററി ഓവർ, ഇത്രേ ഉള്ളൂ. കൂടുതൽ അറിയേണ്ടവർക്ക് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. സ്കോട്ട് കിനബാലു 2 റണ്ണിങ് ഷൂസിന്റെ റിവ്യൂ. ഇത് ഒരു എക്സ്ട്രീംലി ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഷൂസ് ആണ്. ആസ് പെർ വെബ്സൈറ്റ് ഏതാണ്ട് 290 grams ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. മെറ്റീരിയലിലേക്ക് വരുമ്പോൾ ഇതൊരു ശരിക്കും നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള ഒരു മെഷ് മെറ്റീരിയൽ ആണ്. ബ്രീത്തബിൾ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ബ്രീത്തബിൾ ആണ്. നല്ല തണുപ്പുള്ളൊരു ദിവസം ഞാനിത് യൂസ് ചെയ്യുകയുണ്ടായി. അധികം താമസിക്കാതെ തന്നെ എനിക്ക് എന്റെ തെറ്റും മനസ്സിലായി. കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ, ഇതൊരു വിന്റർ ബൂട്ട് അല്ലല്ലോ. അപ്പോൾ പിന്നെ ആ രീതിയിൽ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഒരു ടോപ്പ് പ്രൊട്ടക്ഷൻ പാഡിങ്. പിന്നെ ഇതിന്റെ ഒരു ലേസിങ് ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു നോർമൽ ലേസിംഗ് ആണ് വന്നിരിക്കുന്നത്. ഈ ടങ് ഏരിയയിലേക്ക് വരുമ്പോൾ നല്ല പാഡഡ് ആയിട്ടുള്ള ഒരു ടങ് ആണ്. പാഡഡ് ആണെന്നൊക്കെ പറഞ്ഞാലും ഈ ഒരു ഏരിയ ഇച്ചിരി കട്ടിയുള്ളതാണ്, ഇച്ചിരി സ്റ്റിഫ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഞാൻ പലപ്പോഴും യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഏരിയ എൻ്റെ കാലിൽ വന്ന് ഇടിക്കുകയും അത് എനിക്കൊരു ഡിസ്കംഫോർട്ടായിട്ട് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുമുണ്ട്. ചിലപ്പോൾ എൻ്റെ കാലിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം. ഓക്കെ, ഇനിവേ നമുക്ക് ഔട്ട്സോളിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ ഗ്രിപ്പുള്ള, നല്ല ട്രാക്ഷൻ തരുന്ന ഒരു ഔട്ട്സോളാണ്. അതുകൊണ്ട് തന്നെ ഇത്തിരി ചെളിയൊക്കെ ഉള്ള ഒരു ഏരിയയിൽ കൂടെ നടക്കുവാണെങ്കിൽ എല്ലാ ചെളിയും ഇതിൻ്റെ ഇടയ്ക്ക് കയറിയിരിക്കും. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നറിയോ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്ന് കഴിവ് വിളിപ്പിച്ച്. ഇതിൻ്റെ ഇൻസോളിലേക്ക് വരുമ്പോഴും ഒരു ഓർത്തോപീഡിക് ഇൻസോൾ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഓർത്തോലൈറ്റ് എക്കോ X40 ഇൻസോൾ എന്നൊക്കെയാണ് ഇവർ അഡ്വർടൈസ് ചെയ്തിരിക്കുന്നത്. ഓ സോറി, ഇത്ര ചെളിയുണ്ടെന്ന് അറിഞ്ഞില്ല. യെസ്, ക്ലീൻ ആയിട്ടുണ്ട്. നല്ല പാഡറായിട്ടുള്ള ഒരു മെമ്മറി ഫോം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഒരു ഇൻസോൾ തന്നെയാണ് കേട്ടോ. നല്ലൊരു സ്പോഞ്ചിനെസ് ഉണ്ട്. ഇത് കണ്ടോ, ഇവിടെ കാണുമ്പോൾ അറിയാം, സാമാന്യം നല്ല രീതിയിൽ തിക്കായിട്ടുള്ള ഒരു ഇൻസോളാണ്. ഇവിടെ ഓർത്തോലൈറ്റ് എക്കോ X40 എന്ന് പറയുന്ന ഒരു റൈറ്റിംഗും കൊടുത്തിട്ടുണ്ട്. ഷൂവിൻ്റെ പലയിടത്തായിട്ട് നമുക്ക് ബ്രാൻഡ് ലോഗോ കാണാൻ സാധിക്കും. പിന്നെ ഈ സൈഡിലായിട്ട് സ്കോട്ട് കിനബാലു 2 എന്നുള്ളൊരു റൈറ്റപ്പ് ഉണ്ട്. ഇത്രയൊക്കെയാണ് മൊത്തത്തിൽ ഷൂവിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഓവറോൾ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ട്രാക്ഷൻ തരുന്ന അത്യാവശ്യം കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു റണ്ണിങ് ഷൂസ്. നമുക്കെന്നാ വിലയും കൂടിയൊക്കെ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിച്ചാലോ. റീറ്റെയിൽ ഒരു 100 above ഒക്കെ പറഞ്ഞാലും ഒരു 40 pound റേഞ്ചിലെ കിനബാലു 2 മോഡൽ എല്ലാ സമയത്തും തന്നെ അവൈലബിൾ ആണ്. അതായത് ഏകദേശം നമ്മുടെ നാട്ടിലെ ഒരു 4000 രൂപ. അപ്പോൾ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷൂ വീഡിയോസും മറ്റ് വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാൻ ശ്രമിക്കാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു.